നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. മൂന്ന് പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ ഫയർ ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ തുടരുന്നു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ മഹോത്സവം പാരമ്പര്യ തനിമയോടും വർണ്ണാഭമായും ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ ഉത്സവദിന വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പള്ളിപ്പുറം വൈശാഖിൻ്റെ മേളം ശീവേലി എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. 7 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ഉച്ചതിരിഞ്ഞ് 3 മുതൽ ആരംഭിച്ചു. വൈകിട്ട് 6ഓടെ ക്ഷേത്രമൈതാനത്ത് എത്തിച്ചേർന്ന് കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. മൂത്തേടത്തറ ദേശത്തിൻ്റെ കൊമ്പൻ പുതുപ്പുള്ളി സാധു ഭഗവാന്റെ തിടമ്പേറ്റി. ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിനായി പുതുപ്പുള്ളി കേശവനും ആലപ്പാട് പുള്ള് പുറത്തൂർ ചിറക്കൽ കാളിദാസനും കിഴക്കുമുറി മീനാട് വിനായകനും വടക്കുമുറി കുട്ടംകുളങ്ങര അർജുനനും താന്യം ദേശത്തിനായി തൃക്കടവൂർ ശിവരാജുവും കിഴ്പ്പള്ളിക്കരയ്ക്കായി ചിറക്കര ശ്രീറാമും അണിനിരന്നു. പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന് ശേഷം കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയായി 101 പേർ അണിനിരക്കുന്ന പാണ്ടിമേളം അരങ്ങേറി. വ്യാഴാഴ്ച പുലർച്ചെ 6-ന് 7 ദേശങ്ങളും സംയുക്തമായി കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര, ആറാട്ട് കഞ്ഞി വിതരണം, കൊടിയിറക്കൽ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. 3 പീടിക സെന്ററിന് തെക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 3ഓടെയാണ് സംഭവമുണ്ടായത്. വളയും മാലയും മോതിരവും വാങ്ങിയ ശേഷം 5,67,700 രൂപ വരുന്ന ബില്ല് നെറ്റ് ബാങ്കിലെ
നെഫ്റ്റ് സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു. നെഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് ഇയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ 3 പിടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പിടികയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല. ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാൾ എത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ ഫയർ ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. ഇരിഞ്ഞാലക്കുട ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ കയ്പമംഗലം സ്വദേശി 34 വയസ്സുള്ള കാഞ്ഞിരപ്പറമ്പിൽ കെവിനാണ് മരിച്ചത്. 3 പിടിക കിബ്രോ ടൈലറിംഗ് ഉടമ ബാബുരാജിന്റെ മകനാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 ഇരിഞ്ഞാലക്കുട ഫയർ സ്റ്റേഷനിലെ ഫുട്ബോൾ കോർട്ടിൽ വെച്ചാണ് സംഭവം. കളിക്കിടെ കുഴഞ്ഞു വീണ കെവിന് ഉടൻ തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകിയ ശേഷം ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക് തെക്കുകര നടത്തിയ കാവടി ആഘോഷം വർണ്ണവിസ്മയമായി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പൂക്കാവടി, പീലിക്കാവടി, നാദസ്വരം, ശിങ്കാരിമേളം, ചിന്തുകാവടി എന്നിവയുടെ അഭികമ്പടിയോടെ നടത്തിയ കാവടി ഘോഷയാത്ര വൈകിട്ട് 6 മണിക്ക് കാരമുക്ക് ചിദംബര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. രാത്രി 7 മുതൽ താമരപ്പള്ളി അമ്പല പരിസരത്ത് രാത്രി കാവടിയും സ്റ്റേജ് ഷോയും ഉണ്ടായിരുന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാഹുൽ മനോജ്, സെക്രട്ടറി സുധീഷ് വാലപ്പറപ്പിൽ, ട്രഷറർ വിഷ്ണു കളരിക്കൽ, വൈസ് പ്രസിഡന്റ് അശ്വിൻ വാഴൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് ചക്കാമടത്തിൽ, രക്ഷാധികാരികളായ ശശിധരൻ കൊട്ടേക്കാട്ട്, ഷീലാബാബു മാമ്പള്ളി, മോഹിനി തിരുത്തിയിൽ, മിഥുൻ കളരിക്കൽ, വിനീത് ചക്കാലപ്പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തളിക്കുളം സെന്ററിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സംഗമം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണെന്ന ഒരു പരിഗണന പോലും നൽകാതെയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. BJPയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും വാരി കോരി കൊടുക്കുകയും എന്നാൽ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം അനുഭവിക്കേണ്ടി വന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു വികസന പ്രവർത്തനത്തിനും പൈസ അനുവദിക്കാതെ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഷൗക്കത്ത് അലി അധ്യക്ഷനായി. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, VC അബ്ദുൽ ഗഫൂർ, PH ഷഫീഖ്, AA മുനീർ, PM അബ്ദുൽ ജബ്ബാർ, KA ഖബീർ, VK ഇസ്മായിൽ മാസ്റ്റർ, VK നാസർ, അബ്ദുള്ള കിഴുപ്പിൽക്കര എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ലയൺസ് ഇന്റർനാഷണലിന്റെ മീൽസ് ഓൺ വീൽ പ്രൊജക്ടിന്റെ ഭാഗമായി വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തോടനുബന്ധിച്ച് സംഭാര വിതരണം നടത്തി. റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാറും ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടും ചേർന്ന് സംഭാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമഠത്തിൽ അധ്യക്ഷനായി. ശ്രീനാരായണ ഗുപ്ത സമാജം ജനറൽ സെക്രട്ടറി KG ശശിധരൻ മാസ്റ്റർ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, സെക്രട്ടറി KK മദനൻ എന്നിവർ സംസാരിച്ചു. ലയൺ മെമ്പർമാരായ KK ഗോപി, CB സുനിൽകുമാർ, സിനി ബിജു, രഞ്ജിത്ത് വാസുദേവൻ, MV ബിജിത്ത്, പ്രേമരാജ്, KG ഷാജി, K സിൻകുമാർ, സുഭാഷ് ചന്ദ്രൻ, KD സുനിൽകുമാർ, സോണി പൊറ്റേക്കാട്ട്, KP മൃദുരാഗ് എന്നിവർ സംഭാര വിതരണത്തിന് നേതൃത്വം നൽകി. ജനവിരുദ്ധ ബജറ്റുകൾക്കെതിരെ മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വാടാനപ്പള്ളിയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. അത് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റായാലും ആ ബജറ്റുകളെ ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള ജനതയും രാജ്യമെമ്പാടുമുള്ള ജനതയും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കാറ്. ഒന്നാമത്തെ ഇന്ത്യയുടെ ക്യാബിനറ്റ് മുതൽ BJPയുടെ രണ്ടാം ഊഴത്തിലെത്തി നിൽക്കുന്ന നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് അവതരണം ഉൾപ്പെടെ ജനം കാത്തിരിക്കുകയായിരുന്നു. ഈ ബജറ്റിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുകൾ നിരാശാജനകമെന്ന് ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാരും വിലയിരുത്തി കഴിഞ്ഞത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷെരീഫ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി SM അൽത്താഫ് തങ്ങൾ, AA ഷജീർ, PA ഷാഹുൽ ഹമീദ്, DK സമീർ തങ്ങൾ, VM മുഹമ്മദ് സമാൻ, രജനി കൃഷ്ണാനന്ദ്, താഹിറ സാദി, AY ഹർഷാദ് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ കോർഡിനേറ്റർ റൌഫ് ചേറ്റുവിയെയും കമ്മ്യൂണിറ്റി നഴ്സ് അലിയെയും പാലിയേറ്റീവ് പ്രവർത്തകർ ആദരിച്ചു. പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മാഹിൻ മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി ഫ്രാൻസിസ്, സെക്രട്ടറി സതീശൻ, KPR ട്രഷറർ
VB അഹമ്മദ്, വർക്കിംഗ് പ്രസിഡന്റ് ഖിൽസ തിലകൻ, വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ, റൌഫ് ചേറ്റുവ, അജി, ഷെർലി എന്നിവർ സംസാരിച്ചു. ടയറിൽ കഴുത്തുകുടുങ്ങിയ പശുവിനെ ഫയർഫോഴ്സ് രക്ഷിച്ചു. തളിക്കുളം സ്കൂളിന് കിഴക്ക് മുളങ്കര ഷൈജുവിന്റെ വീട്ടിലെ പശുവാണ് പറമ്പിൽ കിടന്നിരുന്ന പഴയ വലിയ ടയറിനുള്ളിൽ തല കുടുങ്ങിയത്. തുടർന്ന് നാട്ടിക ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പശുവിന്റെ തല ടയറിനുള്ളിൽ നിന്നും പുറത്തെടുത്തു. സ്റ്റേഷൻ ഓഫീസർ ശരത് PK, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MA ചന്ദ്രൻ, സീനിയർ ഫയർഫോഴ്സ് ഓഫീസർമാരായ നിഷാദ്, ഫയർമാൻമാരായ സമീർ, സനോജ്, മോഹൻ, ജയേഷ്, നന്ദകുമാർ, കാൽവിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചരണ സഭ കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇളനീരഭിഷേകം നടത്തി. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രീ ബോധാനന്ദ വായനശാല പരിസരത്ത് നിന്ന് പുറപ്പെട്ട ഇളനീരഭിഷേക യാത്രയ്ക്ക് യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കമാട്ടി, സെക്രട്ടറി ബോധാനന്ദൻ കടവിൽ, രവീന്ദ്രൻ തീയാടി, സാംബശിവൻ, നന്ദിലത്ത് സിദ്ധാർത്ഥൻ, പ്രകാശൻ കരാട്ടുപറമ്പിൽ, ജയകുമാർ കരിപ്പറമ്പിൽ, ഉഷ പുഷ്പാങ്കദൻ, ഷീല ബാബു പ്രസാദ്, ലൗലി പ്രകാശൻ, മിന്നി ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി നൽകിവരുന്ന റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാരം VG തമ്പി രചിച്ച ഇതം പാരമിതം എന്ന നോവലിന് ലഭിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ C ഗണേഷ്, ചലച്ചിത്ര നിരൂപകനും നോവലിസ്റ്റുമായ രാകേഷ് നാഥ്,
പത്രപ്രവർത്തകനായ സന്ദീപ് സലീം എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരകൃതി തെരഞ്ഞെടുത്തത്. ഇതം പാരമിതം എന്ന നോവലിന് ഇതിനകം 5ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവി, നിരൂപകൻ, സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ VG തമ്പി തൃശൂർ സ്വദേശിയാണ്. വിവിധ സാഹിത്യശാഖകളിലായി 20ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒട്ടേറെ ഹ്രസ്വ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ചങ്ങാതിക്കുട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനവിനെതിരെ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P. മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK കുട്ടൻ, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ PK നസീർ, P. വിജയകുമാർ, CK മജീദ്, KM ബാബു, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ KV ചന്ദ്രൻ, സുവർണൻ കൊല്ലാറ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജേഷ് പള്ളായി എന്നിവർ നേതൃത്വം നൽകി. 100 കോടി അധിക വരുമാനം എന്ന് പറഞ്ഞപ്പോൾ അസംബ്ലിയിൽ എല്ലാവരും ഡസ്റ്റുമ്പോൾ കൈയടിച്ചു, നല്ലതെന്ന് പറഞ്ഞിട്ട്. ഇത് മുഴുവൻ നമ്മുടെ മേത്തല്ലേ വരുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ് അത്. ഇതുതന്നെയാണ് കർഷകരെങ്ങനെയാണ് 15 ലക്ഷം കേര കർഷകരുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ. അവർക്ക് എങ്ങനെ ഇവിടെ ഉന്നമനം വേണമെന്ന് പറഞ്ഞ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് 14 ജില്ലകളിൽ സമഗ്രമായൊരു പഠനം നടത്തി. അതിനുശേഷം 400 കോടി രൂപ ഈ കേര കർഷകരുടെ ഡെവലപ്പിന് വേണ്ടി വേണമെന്ന് പറഞ്ഞ് നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഇവിടെ കേരള ഗവൺമെൻറ് സമർപ്പിച്ചു. വെറുതെയല്ല, 400 കോടി രൂപ അങ്ങനെയും കേര കർഷകർ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചിട്ട് എന്തുണ്ടായെന്നറിയാം. വെറും 100 കോടി രൂപയാണ് ഗവൺമെൻറ് ഇവിടെ. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര ഉത്സവ ദിവസം താന്യം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് സംഭാരം വിതരണം നടത്തി. ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. താന്യം സേവാഭാരതി വൈസ് പ്രസിഡന്റ് ബാലരാമൻ ഞാറ്റുവെട്ടി അധ്യക്ഷനായി. BJP നാട്ടിയ മണ്ഡലം പ്രസിഡന്റ് റിനി മാണി, സേവാഭാരതി ട്രഷറർ ശ്രീജ രാജഗോപാൽ, പ്രമോദ് വത്സൻ തൈവളപ്പിൽ, പ്രവീൺ പോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. തീരദേശത്തെ 40 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ന്യൂ വിജയ കേരള വായനശാലയ്ക്ക് പുതിയ കെട്ടിടമാകുന്നു. CC മൂന്നൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വായനശാലയ്ക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം MLA നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുധി, ഗ്രാമപഞ്ചായത്ത് അംഗം അനിത കാർത്തികേയൻ, വായനശാല സെക്രട്ടറി PS നിമോദ്, AG സുഭാഷ്, സേവിൻ പള്ളത്ത്, PS ഷജിത്ത്, നകുലൻ നെടിയിരിപ്പിൽ, കിരൺ മാസ്റ്റർ, VV ചിദംബരൻ മാസ്റ്റർ, ഏറാട്ട് രാമചന്ദ്രൻ, KV രാജൻ എന്നിവർ സംസാരിച്ചു. അതിന് ശേഷമാണ് ഇവർ വന്ന് എൻ്റെ അടുത്ത് വായനശാല പ്രധാനപ്പെട്ട ആൾക്കാർ വന്ന് ഇങ്ങനെ മുമ്പ് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, അത് നടപ്പാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവരോട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫണ്ട് ഉപയോഗിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലെറ്റർ പേഡിൽ കത്തെഴുതി കൊടുക്കണ്ടായി. ഞാൻ വന്നപ്പോൾ ചോദിച്ചത് നമ്മുടെ പ്രവർത്തനം മന്ദഗതിയിലാണോ എന്ന് ചോദിക്കേണ്ടായി. അതുമാത്രമല്ല, എൻ്റെ മനസ്സിലെപ്പോഴും ഒരു കുറ്റബോധം മനസ്സിൽ വരാറുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന ശൈലി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിരിപ്പുണ്ട്. നമ്മളെന്തൊക്കെ ആഗ്രഹത്തോടെ കൊടുത്താലും അതിന് ചില നടപടിക്രമം അനുസരിച്ച് അത് നീണ്ടങ്ങ് പോകും. ഞാനിപ്പോൾ വിചാരിച്ചില്ല, ഞാനിപ്പോൾ നാളെ MLA ആവണമെന്നൊന്നുമില്ല, വേറെ ആൾക്കാരായിരിക്കും MLA ആയിട്ട് പെട്ടെന്ന് ഉള്ള സമയം നമുക്ക് ലഭിക്കുന്ന ഫണ്ട് പൂർണ്ണമായി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വാടാനപ്പള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, അസഫ് അലി കിഴക്കേതിൽ, പ്രിൻസി സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗിൽസ തിലകൻ, ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീജ ടീച്ചർ, ബ്ലോക്ക് സെക്രട്ടറി PD ബെന്നി, രാഗനാഥൻ വൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു.
3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ ഫയർ ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.